6-ാം അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ ആദ്യത്തെ വചനം കുറച്ച് എക്സ്പ്ലനേഷൻ വിട്ടുപോയെന്ന് ആരോ പറഞ്ഞു. അതുകൊണ്ട് അല്പം അത് വീണ്ടും നമ്മൾ എടുക്കാൻ പോവുകയാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതിൽ ഒരു കാര്യം ഇതാണ്. വിശുദ്ധ ക്രിസോസ്റ്റം പിതാവിൻ്റെയാണ്. തിരിച്ചറിയാൻ പ്രയാസമുള്ളതും വലിയ തോതിൽ പ്രതിരോധിക്കാത്തവനിൽ നിന്നും മോഷ്ടിക്കാൻ തയ്യാറുള്ളതുമായ ഒരു മൃഗത്തെ വിവരിക്കുന്നത് പോലെ അവിടെ നിന്ന് തുടങ്ങുന്നുവെന്നത് ശ്രദ്ധിക്കുക. ഇതാണ്, അത് രഹസ്യമായി ഉള്ളിൽ പ്രവേശിക്കുന്നു, അകത്തുള്ളതെല്ലാം അറിയാതെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇതിലാണ് കൂടുതൽ എക്സ്പ്ലനേഷൻ ആഗ്രഹിച്ചത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം അത് വീണ്ടും സ്യൂദോ ക്രിസോസ്റ്റം പിതാവ് ഇങ്ങനെ പറയുന്നുണ്ട്. ക്രിസോസ്റ്റം പിതാവ് എഴുതിയിരിക്കുന്നത് പോലെ അതുകൊണ്ട് അത് കൂടുതൽ ശ്രദ്ധയോടെ ഒഴിവാക്കണമെന്ന് അവിടെ കൽപ്പിക്കുന്നു. അതായത് ഈ മനുഷ്യരുടെ മുമ്പിൽ വെച്ച്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സത്കർമ്മങ്ങൾ, നമ്മൾ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലും അത് ചെയ്യുമ്പോൾ അതിലൂടെ നമുക്കൊരല്പം ആനന്ദം കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ആത്മനിർവൃതി കിട്ടുന്നു എന്ന വിചാരം അത് നമ്മളെ രഹസ്യമായി ഉള്ളിൽ പ്രവേശിക്കുന്നു, അകത്തുള്ളതെല്ലാം അറിയാതെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനത്തെ ഒരു കള്ളനെ പോലെയാണത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് വീണ്ടും വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ഇത് കൂടുതൽ ശ്രദ്ധയോടെ ഒഴിവാക്കണമെന്ന് അവിടെ നിന്ന് കൽപ്പിക്കുന്നു. മനുഷ്യരുടെ മുമ്പിൽ വെച്ച് സത്കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുക. നമ്മുടെ ഹൃദയത്തെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നമ്മൾ പ്രതിരോധിക്കേണ്ട അദൃശ്യനായ സർപ്പമാണത്. അത് രഹസ്യത്തിൽ പ്രവേശിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്നു. എല്ലാവരും കാണുകെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, എല്ലാവരും കൈയടിക്കുന്നു, അവരെ നമുക്ക് അപ്രീസിയേഷൻ. അത് നമ്മളെ കാർന്ന് തിന്നുന്ന വലിയ ഒരു ദൂഷ്യമാണ്. എന്നാൽ ശത്രുവിനെ പ്രവേശിക്കാൻ കഴിഞ്ഞ ഹൃദയം വിശുദ്ധമാണെങ്കിൽ താം അപരിചിതമായ ഒരു ചൈതന്യത്താൽ പ്രചോദിക്കപ്പെടുന്നുവെന്ന് നീതിമാന് പെട്ടെന്ന് തോന്നും. എന്നാൽ ശത്രുവിന് പ്രവേശിക്കാൻ കഴിഞ്ഞ ഹൃദയം, അതായത് ഇത്തരത്തിലുള്ള ഒരാസക്തി, ഈ എല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യണം, പക്ഷേ അത് മറ്റുള്ളവർ അറിഞ്ഞ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു നിർവൃതി, അത് ഒരു വിഷം പോലെയാണ്. അത് ശത്രുവാണ്. അങ്ങനെയുള്ള ആ ഒരാസക്തി ഒരുവൻ്റെ ആത്മാവിൽ ശത്രുവിന് പ്രവേശിക്കാൻ കഴിയുന്ന ഈ ഹൃദയം വിശുദ്ധമാണെങ്കിൽ താൻ അപരിചിതമായ ഒരു ചൈതന്യത്താൽ പ്രചോദിക്കപ്പെടുന്നുവെന്ന് നീതിമാന് പെട്ടെന്ന് തോന്നും. എന്നാൽ ഹൃദയം തിന്മ നിറഞ്ഞതാണെങ്കിൽ സാത്താൻ്റെ ഈ നിർദ്ദേശം പെട്ടെന്ന് തിരിച്ചറിയുകയില്ല. അതുകൊണ്ട് അവിടുന്ന് നമ്മെ ആദ്യം പഠിപ്പിച്ചു, കോപിക്കരുത്, ആസക്തി പാടില്ല. എന്തെന്നാൽ ഈ തിന്മകളുടെ നുകത്തിൻ കീഴിലായിരിക്കുന്നവന് സ്വന്തം ഹൃദയത്തെ ശ്രദ്ധിക്കാനാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ സെൻസിറ്റിവിറ്റി, അതാണ് സെൻസിറ്റിവിറ്റി. നമ്മുടെ ഹൃദയം തിന്മ നിറഞ്ഞതാണെങ്കിൽ, തിന്മ എന്ന് പറഞ്ഞാൽ കോപം, മാത്സര്യം, ശത്രുത, കലഹം, വിഭാഗീയ ചിന്ത, ലൗകികമായ വസ്തുവകകൾ കൂടുതൽ ശേഖരിക്കണം, കൂടുതൽ ഉണ്ടാക്കണം, ഇതെല്ലാം കൊണ്ട് നമ്മുടെ ഹൃദയം, അതെല്ലാം ദൈവത്തിൽ നിന്നുള്ള ഒരാശയമല്ല. അതെല്ലാം കൊണ്ട് നമ്മുടെ ഹൃദയം കലുഷിതമാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഈ ദൈവിക ചിന്ത വരില്ല. അതായത് നമ്മൾ സൽപ്രവൃത്തി ചെയ്യുമ്പോൾ അതെല്ലാവരും കാണുക ചെയ്യണം എന്നുള്ള ഒരു മോഹം നമ്മളിൽ വരുന്നത് ഈ തിന്മകളുടെ കൂട്ടുകാരായിട്ടാണത്. അപ്പോൾ അങ്ങനെ ഉള്ള ആ പൈശാചികമായ, അതൊരു ശത്രുവാണ്, അതൊരു പിശാചാണ്. പിശാച് ഇങ്ങനെ കൊമ്പും വില്ലും വെച്ചുകൊണ്ടൊന്നുമല്ല വരുന്നത്. പിശാച് ഭയങ്കര ദേഷ്യത്തോടു കൂടിയുമാവില്ല വരുന്നത്. പിശാച്
ചിലപ്പോഴെല്ലാം ആട്ടുംതോല് ധരിച്ച ചെന്നായി ആയിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെയുള്ള ആ ശത്രുവിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതാവും. എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ മറ്റു തരത്തിലുള്ള തിന്മ, എന്താണ് തിന്മ? കോപിക്കരുത്, കോപം, മാത്സര്യം, ശത്രുത, കലഹം, ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം. ഇതിനകത്ത് ഇവിടെ വിശുദ്ധ ക്രിസോസ്റ്റം പിതാവ് പറഞ്ഞേക്കണത് ഇത്രയൊന്നുമില്ല. കോപത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഉണ്ടായാൽ മാത്രം മതി. അത് ഈ ബാക്കിയുള്ളതിനേക്കാളൊക്കെ വലിയ ഒരു തിന്മയുടെ ലോകമാണ് കോപം. അതുപോലെ മറ്റാസക്തികൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സെൻസിറ്റിവിറ്റി ഇല്ല. പിന്നെ നമ്മളുടെ ആത്മാവിന് ഒരു സെൻസിറ്റിവിറ്റി ഇല്ല. നമ്മുടെ ആത്മാവിന് ഇങ്ങനെയുള്ള ഈ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ നല്ല കാര്യം. എന്നാൽ ആ സൽപ്രവൃത്തികൾ ദൈവം മാത്രം അറിയുന്ന രീതിയിൽ, മറ്റാരും അറിയരുത് എന്ന രീതിയിൽ ചെയ്യാൻ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ല. അതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? സൽപ്രവൃത്തികൾ ചെയ്യും. ആ സൽപ്രവൃത്തികളിലൂടെ കിട്ടുന്ന ഒരു സെൽഫ് ഗ്ലോറി, ആ സെൽഫ് ഗ്ലോറിയിൽ അവൻ ആനന്ദിക്കും. അത് വളരെ ആത്മാവിന് ദൂഷ്യം ചെയ്യുന്ന ഒന്നാണെന്നാണ് ഈശോ പറയുന്നത്. അതാണ് 6-ാം അധ്യായം സുവിശേഷ 5-ാം അധ്യായത്തിൽ ആ സുവിശേഷ ഭാഗ്യങ്ങൾ, ദരിദ്രർ ഭാഗ്യവാൻ, ആ സുവിശേഷ ഭാഗ്യങ്ങൾക്കെല്ലാം എതിരായിട്ടുള്ള ഒരു തത്വമായിട്ട് മാറും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. അപ്പൊ പ്രതിഫലം ഇവിടെ തന്നെ കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനായി, സന്തോഷമായി, എല്ലാവരും കൈയടിച്ചു. അതല്ല ആത്മീയത, അതല്ല ആത്മീയത. അതാണ് നമ്മൾ ഈ കാലഘട്ടത്തില് നമ്മുടെ ശൈലി, ജീവിത ശൈലി മുഴുവനും സമ്മാനം കിട്ടണം, കൈയടി കിട്ടണം, എല്ലാവരും നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. ഇങ്ങനെയുള്ള ഒരു ചിന്തയാണ് കുഞ്ഞുനാൾ മുതലേ നമ്മളെ അകത്ത് പലതരത്തിൽ അത് കടന്നുകൂടുകയാണ്. പലതരത്തിൽ കടന്നുകൂടുകയാണ്. സ്കൂളിലായാലും, കാറ്റഗിസം ക്ലാസ്സിലായാലും, പള്ളിയിലായാലും, വീട്ടിലായാലും, കുടുംബ യൂണിറ്റിലായാലും, നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലായാലും എല്ലായിടത്തും കയ്യടി വേണം. ആ കയ്യടിയുടെ സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ സമാധാനമായി. അവിടെ താഴെ എഴുതിയിരിക്കണതിൽ ഒരു കുത്തിയാ കയ്യടി വന്നു. ഇത്രയൊക്കെ ഉള്ളൂ ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ സന്തോഷം. എന്നാൽ അതുകൊണ്ട് നമ്മുടെ ഹൃദയം നിർവീര്യമാകുകയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ കരുത്ത് പോകുകയാണ്. നമ്മുടെ ഹൃദയം ആരുടെയും കയ്യടി ആഗ്രഹിക്കാതെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിയുന്നതും ആരും അറിയാതെ ചെയ്യുന്നതാണ് ആത്മീയതയുടെ ശക്തി. അതോടൊപ്പം ഒരുപാട് മീഡിയ ആക്ടിവിറ്റികൾ വെച്ചുകൊണ്ട് ആ മീഡിയയിൽ നമുക്ക് ഇതുപോലെ അപ്രീസിയേഷൻ കിട്ടുന്ന രീതിയിൽ, കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുന്ന രീതിക്കുള്ള മീഡിയ പ്രവർത്തനങ്ങൾ ചെയ്യാം. നമുക്ക് കൂടുതൽ വ്യൂവേഴ്സ്, ആ വ്യൂവേഴ്സിൻ്റെ നമ്പർ കാണുമ്പോൾ തന്നെ സന്തോഷമായി. ഇത്രയൊക്കെ വ്യൂവേഴ്സ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് നമ്മുടെ ഈ ബൈബിൾ പഠനത്തിനെ കുറിച്ച് ഒരാളൊരു കമൻറ്റ് പറഞ്ഞു, ഇത് ഇത്ര നല്ലതാണെങ്കിൽ എന്തുകൊണ്ടാണ് വ്യൂവേഴ്സ് ഇല്ലാത്ത ഇതിന്? അതാണ്, നമ്മളൊന്നും മിണ്ടാൻ പോയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ആളുകളുടെ വിവരം. വ്യൂവേഴ്സ് എന്തിനുണ്ടോ അത് നല്ല കാര്യമാണെന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ. വ്യൂവേഴ്സ് ഒരുപാടുള്ളത് തീർച്ചയായിട്ടും നല്ലതാകാം. പക്ഷേ എന്ത് തരത്തിൽ നല്ലത്? ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ളതാണോ? ദൈവം ആഗ്രഹിക്കുന്നതാണോ? ദൈവത്തിൻ്റെ വചനമാണോ? ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നതാണോ? അതിന് അധികം വ്യൂവേഴ്സ് ഉണ്ടാവണമെന്നില്ല. അതാണ് നമ്മൾ 450ഓളം പ്രവാചകന്മാർ, അതിന് എഗൻസ്റ്റായിട്ട് ഒരു ഏലിയ പ്രവാചകൻ മാത്രം. ഇപ്പൊ നോക്കുമ്പോൾ വ്യൂവേഴ്സ് ആർക്കാ കൂടുതൽ ഉണ്ടാവുക? 450 പേർക്കല്ലേ ഉണ്ടാകണ്ടേ? എന്നാൽ നോക്കുമ്പോൾ ശക്തി ആർക്കാ? ഈ ഒറ്റ പ്രവാചകനാണ്. ഈ 450 പ്രവാചകർ കൂടി കടന്ന് പ്രാർത്ഥിച്ചിട്ട് അഗ്നി ഇറങ്ങി വന്നില്ല. കാരണം അവർ പ്രാർത്ഥിക്കുന്ന ദൈവം അല്ല. അവർ ലോകത്തെയും ലോകത്തിന്റെ ചിന്തകളെയും വിളയുമ്പോൾ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാവും. സെൽഫ് ഗ്ലോറിയാണ്, നമ്മളുടെ സാറ്റിസ്ഫാക്ഷനായി. പിന്നെ
യൂട്യൂബിൽ വ്യൂവേഴ്സ് ഉണ്ടാക്കണതിൻ്റെ വേറൊരു കാര്യം എന്തിനാ? അഡ്വർടൈസ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയാ. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് കൂടുതലുണ്ടെങ്കിൽ അത് ദൈവിക ഒരു പരിപാടിയല്ല. അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ് കാശുണ്ടാക്കുന്നത്. അപ്പോൾ അതിനും കൂടി ഉള്ള മസാല വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം ഉണ്ടാക്കുന്നത്. സെൽഫ് ഗ്ലോറി മാത്രമല്ല, കൂടുതൽ ആളുകളെ കാണാൻ ആഗ്രഹമുണ്ടാക്കുന്ന രീതിയിലുള്ള ചില മുദ്രാവാക്യങ്ങളൊക്കെ അതിനകത്ത് വയ്ക്കും. അപ്പോൾ ആളുകൾ കൂടുതൽ ക്ലിക്ക് ചെയ്യും. ആളുകൾ കൂടുതൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് കിട്ടും. കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് കിട്ടുമ്പോൾ കൂടുതൽ കാശ് കിട്ടും. അപ്പോൾ ഈ ദൈവിക പ്രോഗ്രാം തന്നെ കാശുണ്ടാക്കാനായിട്ടുള്ളൊരു വഴിയായിട്ട് മാറുന്നു. അപ്പോൾ ഇതെല്ലാം മനുഷ്യൻ്റെ ആത്മാവിനെ കാർന്ന് തിന്നുന്ന വേറൊരു കൊറോണ വൈറസാണത്. അപ്പം ഇത് ഒരു വശം. ഇതെല്ലാം ഈ പറഞ്ഞ സെൽഫ് ഗ്ലോറി, ആത്മപ്രശംസ. ഇവിടെയും വിശുദ്ധ ക്രിസോസ്റ്റം പിതാവ് പറയുന്നത്, ശത്രുവിനെ പ്രവേശിക്കാൻ കഴിഞ്ഞ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെക്കാൾ, ഒന്നുകൂടി വായിക്കാം, അതുകൊണ്ട് ഇത് കൂടുതൽ ശ്രദ്ധയോടെ ഒഴിവാക്കണമെന്ന് അവിടെ നിന്ന് കൽപ്പിക്കുന്നു. മനുഷ്യരുടെ മുമ്പിൽ വച്ച് സത്കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുക. നമ്മുടെ ഹൃദയത്തെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നമ്മൾ പ്രതിരോധിക്കേണ്ട അദൃശ്യനായ സർപ്പമാണത്. അപ്പൊ നമ്മൾക്ക് ആത്മപ്രശംസ കിട്ടുന്ന രീതി എന്ന് പറയുന്നത്, വിശുദ്ധ ക്രിസോസ്തം പറയുന്നത്, അദൃശ്യനായ ഒരു സർപ്പമാണത്. അദൃശ്യനായ ഒരു സർപ്പമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മളെ മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ, മറ്റുള്ളവർ നമ്മളെ പ്രശംസിക്കണം എന്ന് ഉള്ള ഒരു നേരിയ ആഗ്രഹം നമ്മളിലുണ്ടെങ്കിൽ ആ ആഗ്രഹം ഒരു അദൃശ്യനായ ഒരു സർപ്പമാണ്. പക്ഷെ പിന്നീട് വിശുദ്ധ അഗസ്തീനോസ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ അനുകരിക്കണമെന്ന് മറ്റുള്ളവർ ചില നന്മ പ്രവൃത്തികൾ ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർ അനുകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വിശ്വാസികളുടെ മുമ്പിൽ അത് ചെയ്യണം. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. നമ്മുടെ ഹൃദയത്തെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടി അതിനകത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ചെയ്യാതെ രഹസ്യത്തിൽ ചെയ്യുക. നമ്മുടെ ഹൃദയത്തെയാണ് സൂക്ഷിക്കേണ്ടത്. മറിച്ച് നമ്മൾ രഹസ്യത്തിൽ ചെയ്യാതെ അത് മനുഷ്യരുടെ മുമ്പിൽ വെച്ച് അവരുടെ കയ്യടി, അവരുടെ അപ്രീസിയേഷൻ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അത് എന്തുപോലെയാണെന്നാണ് പറയുന്നത്? അത് അദൃശ്യനായ ഒരു സർപ്പമാണ് നമ്മളുടെ അകത്ത്. നമ്മൾ പ്രതിരോധിക്കേണ്ട അദൃശ്യനായ ഒരു സർപ്പമാണ്. അത് രഹസ്യമായി പ്രവേശിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്നു. കണ്ടോ? ആ സർപ്പം നമ്മുടെ ഉള്ളിൽ രഹസ്യമായി പ്രവേശിക്കുകയും, ഏത് സർപ്പം? ഈ സെൽഫ് ഗ്ലോറി അല്ലെങ്കിൽ ആത്മപ്രശംസ. അപ്പോൾ ഇവിടെ നമ്മൾ തുടരുകയാണ്. എന്താണത്? നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. നമ്മുടെ ഹൃദയത്തെ മനുഷ്യരുടെ പ്രശംസയിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് നമ്മൾ ചിലർക്കെല്ലാം പ്രാർത്ഥിച്ചിട്ടൊന്നും സംഭവിക്കുന്നില്ല, പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നില്ല, ഇങ്ങനെയുള്ള ചില ചിന്തകളൊക്കെ ഉണ്ടാവണതിൻ്റെ കാരണം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവ കേന്ദ്രീകൃതമാകണമെങ്കിൽ ഈ ലോക കേന്ദ്രീകൃതത്തിൽ നിന്ന് വിടണം. ലോകവും അതിൻ്റെ മോഹവും ദൈവത്തിൻ്റെ എതിരാണ്. കാരണം അത് സൃഷ്ടിയാണ്. ഈ കയ്യടി തരുന്ന ആൾക്കാരും അതിൻ്റെ പ്രത്യയശാസ്ത്രവും എല്ലാം സൃഷ്ടിയാണ്. എന്നാൽ ദൈവമോ സൃഷ്ടാവാണ്. സൃഷ്ടാവ്. ഇതിലേക്കെല്ലാം നമ്മൾ ഉയരണമെങ്കിൽ ദൈവസ്വരം ശ്രവിക്കണം. നമ്മൾ ദൈവസ്വരം ശ്രവിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്വരം ശ്രവിക്കുമ്പോൾ നമുക്ക് പിന്നെ മറ്റാരുടെയും സ്വരം ശ്രവിക്കാനോ മറ്റാരുടെയും പ്രധാനപ്പെട്ട മറ്റാരുടെയും പ്രശംസ കിട്ടുന്നതിന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം ഇറക്കണം. എല്ലാവരും കൂടുതൽ ആൾക്കാർ നമ്മൾ പറയുന്ന സുവിശേഷമാണെങ്കിൽ ആ സുവിശേഷ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൂടാതെ സുവിശേഷം ജനങ്ങളിലേക്ക് എത്തില്ല. അത് എത്തേണ്ടടുത്ത് എത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്.
അപ്പോൾ ചില കാര്യങ്ങൾ ചിലവരടുത്ത് എത്തണ്ടെന്നും പറയുന്നുണ്ട്. കാരണം മുത്തുകൾ പന്നികൾക്ക് മുമ്പിൽ വിതരണം ചെയ്യരുത്. അതാണ് നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ മുത്തുകളാണ്. ഇത് എല്ലാവർക്കും ഇവിടെ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അതിനുവേണ്ടി അർഹതപ്പെട്ടവർക്ക് മാത്രമേ അത് ചെന്നെത്താവൂ. അപ്പോൾ എന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ദൈവഹിതമാണോ? ദൈവഹിതമല്ലെങ്കിൽ അതല്ലാത്ത കാര്യങ്ങൾ നമ്മളിൽ കടക്കുമ്പോൾ അത് ഈ സർപ്പം, അദൃശ്യനായ സർപ്പം, നമ്മളുടെ അന്തരാത്മാവിനെ കാർന്ന് തിന്നുന്ന ഒരവസ്ഥ അതിലുണ്ടാകുന്നു. അത് രഹസ്യമായി പ്രവേശിക്കുകയും വശീകരിക്കുകയും ചെയ്യും. ഇനി അതെന്തുകൊണ്ടാണത് എന്നൊന്നുകൂടി പഠിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് ആ ശത്രു അകത്ത് കയറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്? അതാണ് വിശുദ്ധ ക്രിസോസ്റ്റം പിതാവ് ഇവിടെ നൽകുന്ന വളരെ പ്രധാനമായ ഒരു പ്രബോധനം. എന്താണത്? ഇവിടെ പറയാണ്, ശത്രുവിനെ പ്രവേശിക്കാൻ കഴിഞ്ഞ ഹൃദയം വിശുദ്ധമാണെങ്കിലും ശത്രു ചിലപ്പോൾ പ്രവേശിക്കാം. പക്ഷെ നമുക്ക് മനസ്സിലാവും ഉടനെ താൻ അപരിചിതമായ ഒരു ചൈതന്യത്താൽ പ്രചോദിപ്പിക്കപ്പെടുന്നുവെന്ന് നീതിമാന് പെട്ടെന്ന് തോന്നും. ഇപ്പൊ നമ്മുടെ ഹൃദയം വിശുദ്ധമാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരാസക്തി നമ്മുടെ ആത്മാവിലേക്ക് പ്രവേശിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഉടനെ മനസ്സിലാവും ഇത് ശരിയല്ല, നമുക്കത് വേണ്ട. നമ്മുടെ ഹൃദയം വിശുദ്ധമാണെങ്കിൽ. എന്നാൽ ഹൃദയം തിന്മ നിറഞ്ഞതാണെങ്കിൽ, എന്താ തിന്മ എന്ന് പറയുന്നത്? സാത്താൻ്റെ നിർദ്ദേശം പെട്ടെന്ന് തിരിച്ചറിയയില്ല. അതുകൊണ്ട് അവിടെ നിന്ന് നമ്മെ ആദ്യം പഠിപ്പിച്ചു, 5-ാം അധ്യായത്തിൽ പഠിപ്പിച്ചു, കോപിക്കരുത്, ആസക്തിയോടെ സ്ത്രീകളെ നോക്കരുത്. അതാണ് കോപിക്കരുത്, ആസക്തി പാടില്ല എന്നെല്ലാം 5-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ഹൃദയം വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളത് വേണ്ടിയാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയം ശുദ്ധീകരിക്കുക എന്ന് ശുദ്ധീകരണത്തിലല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആസക്തികൾ നമ്മളിലേക്ക് പടർന്നു പിടിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. നമ്മൾ അതിൻ്റെ പുറകെ അങ്ങ് പോകും. അങ്ങനെ നമ്മൾ അതിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മൾ സെൽഫ് ഗ്ലോറിയിലേക്ക് വരും സാവധാനം. ആ സെൽഫ് ഗ്ലോറിയാണ് ഈ അദൃശ്യനായ സർപ്പം. ഓക്കെ, ഈ തിന്മകളുടെ നുകത്തിൻ കീഴിലായിരിക്കുന്നവന് സ്വന്തം ഹൃദയത്തെ ശ്രദ്ധിക്കാനാവുകയില്ല. കോപം, ആസക്തി, ഇങ്ങനെയുള്ള തിന്മകളുടെ നുകത്തിൻ കീഴിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഹൃദയത്തിൻ്റെ ആ വിശുദ്ധിയോ ആ സ്വന്തം ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ശ്രദ്ധിക്കാനാവുകയില്ല. എന്നാൽ മനുഷ്യരുടെ മുമ്പിൽ വെച്ച് ധർമ്മം കൊടുക്കാതിരിക്കുന്നത് എങ്ങനെ? നാം അറിയാതെ തന്നെ കൊടുക്കുന്നത് എങ്ങനെ? ഒരു ദരിദ്രൻ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ വന്നാൽ അയാൾക്ക് രഹസ്യമായിട്ട് എങ്ങനെ ധർമ്മം കൊടുക്കാൻ കഴിയും? ആ ദരിദ്രനെ മാറ്റിക്കൊണ്ടുപോയാൽ നാം അവന് കൊടുത്തതായി കാണപ്പെടും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അവിടുന്ന് മനുഷ്യരുടെ മുമ്പിൽ ചെയ്യരുതെന്ന് മാത്രമല്ല പറഞ്ഞത്, പിന്നെയോ അവർ കാണാൻ വേണ്ടി എന്നുകൂടി ചേർത്തു. അതുകൊണ്ട് ഈ ലക്ഷ്യത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചെയ്യുന്നത് ശപിക്കപ്പെട്ട കാര്യമല്ല. എന്നാൽ ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവൻ തൻ്റെ ഹൃദയത്തിൽ ദൈവത്തെ അല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. ദൈവത്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്. ഒരു തൊഴിലാളിയുടെ കണ്ണുകൾക്ക് മുമ്പിൽ തൊഴിൽ ഏൽപ്പിച്ചവൻ എപ്പോഴും ഉണ്ടായിരിക്കും. വിശുദ്ധ ഗ്രിഗറി കൊടുക്കുന്നതിൽ പ്രശസ്തി അന്വേഷിക്കുമ്പോൾ നമ്മുടെ പൊതുപ്രവൃത്തികൾ പോലും അവിടുത്തെ കണ്ണുകളിൽ നിന്നും മറഞ്ഞിരിക്കുന്നു. എന്തെന്നാൽ ആ പ്രവൃത്തികളിൽ നാം സ്വന്തം മഹത്വം തേടുമ്പോൾ അവ അവിടുത്തെ കണ്ണുകളിൽ നിന്നും പുറന്തള്ളപ്പെട്ടിരിക്കുന്നു. അതാണ് ഭയങ്കര കാര്യമില്ലേ? കൊടുക്കുന്നതിൽ ആ പ്രവൃത്തികളിൽ നാം സ്വന്തം മഹത്വം തേടുമ്പോൾ അത് ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്നും പുറന്തള്ളപ്പെട്ടിരിക്കുന്നു. ഈ കാര്യം അറിയാത്ത അനേകരുണ്ടായിരിക്കും. പരിപൂർണരായവർക്ക് മാത്രമേ തങ്ങളുടെ പ്രവൃത്തികൾ കാണപ്പെടുന്നത് സമ്മതിക്കാനും പ്രശംസ സ്വീകരിക്കാനും കഴിയുകയുള്ളൂ. കാരണം അവർ രഹസ്യമായ സന്തോഷം കൊണ്ട് ഉയർത്തപ്പെട്ടവരല്ല. അതേസമയം ദുർബലരായവർ സ്വന്തം പ്രശംസയെ ശപിക്കാൻ
പറ്റാത്തത് കൊണ്ട് അവർ ചെയ്യുന്ന സത്പ്രവൃത്തികൾ നിഗൂഢമായിരിക്കണം. അവർ രഹസ്യമായി സന്തോഷം കൊണ്ട് ഉയർത്തപ്പെട്ടവരല്ല. അതാണ് മറ്റൊരു വശം. പരിപൂർണരായവർക്ക് മാത്രമേ തങ്ങളുടെ പ്രവൃത്തികൾ കാണപ്പെടുന്നത് സമ്മതിക്കാനും പ്രശംസ സ്വീകരിക്കാനും കഴിയുകയുള്ളൂ. കാരണം അവർ രഹസ്യമായ സന്തോഷം കൊണ്ട് ഉയർത്തപ്പെട്ടവരല്ല. അതേസമയം ദുർബലരായവർ സ്വന്തം പ്രശസ്തിയെ ശപിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ ചെയ്യുന്ന സത്പ്രവൃത്തികൾ നിഗൂഢമായിരിക്കണം. വിശുദ്ധ അഗസ്തീനോസ് മറ്റൊന്ന് കൂട്ടിച്ചേർത്ത് പറയാതെ നിങ്ങൾ മനുഷ്യരാൽ കാണപ്പെടാൻ എന്ന് മാത്രം പറഞ്ഞാൽ കാണപ്പെടൽ നമ്മുടെ ലക്ഷ്യമാക്കുന്നത് അവിടെ നിന്ന് നിഷേധിക്കുന്നുവെന്ന് തോന്നുന്നു. അപ്പസ്തോലൻ പറയുന്നു, ഞാൻ എപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സേവകനാവുകയില്ലായിരുന്നു. ഗലാത്യർ 1:10. അദ്ദേഹം തന്നെ മറ്റൊരിടത്ത് പറയുന്നു, ഞാൻ എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും പ്രീതിപ്പെടുത്തുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 1 കൊരിന്ത്യർ 10:31. മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല, ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് അദ്ദേഹം ഇത് ചെയ്തത്. മനുഷ്യരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അദ്ദേഹം അസംബന്ധം പറഞ്ഞെന്ന് കരുതരുത്. കപ്പൽ അന്വേഷിക്കുന്നതിൽ ഞാൻ അനുഭവിക്കുന്ന വേദനയിൽ ഞാൻ കപ്പലല്ല അന്വേഷിക്കുന്നത്, പിന്നെയോ എൻ്റെ രാജ്യത്തെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വിശുദ്ധ അഗസ്തീനോസ് അവിടുന്ന് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ മനുഷ്യരാൽ കാണപ്പെടാൻ വേണ്ടി, എന്തെന്നാൽ ഞങ്ങൾ കാണപ്പെടാതെ തങ്ങളുടെ സത്പ്രവൃത്തികൾ കാണപ്പെടുകയും സ്വർഗസ്ഥനായ പിതാവ് മഹത്വീകൃതനാവുകയും ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. എന്തെന്നാൽ അവർ സ്വന്തം സത്പ്രവൃത്തികൾ പരിഗണിക്കുന്നില്ല. അവർ ആരിൽ വിശ്വസിച്ച് ജീവിക്കുന്നുവോ ആ ദൈവത്തിൻ്റെ സൽപ്രവൃത്തികളാണ് കണക്കാക്കുന്നത്. വീണ്ടും വിശുദ്ധ അഗസ്തീനോസ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കുന്നു, അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ നിനക്ക് പ്രതിഫലമുണ്ടാവില്ല. നമ്മൾ മനുഷ്യരുടെ പ്രശംസ നേടാൻ വാക്കുകൾ കൊണ്ട് പരിശ്രമിക്കരുതെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ടാവില്ല. നമ്മൾ മനുഷ്യരുടെ പ്രശംസ നേടാൻ വാക്കുകൾ കൊണ്ട് പരിശ്രമിക്കരുതെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ക്രിസോസ്റ്റം, ദൈവത്തിന് ഒന്നും കൊടുക്കാത്ത നിനക്ക് ദൈവത്തിൽ നിന്ന് എന്താണ് സ്വീകരിക്കാനുള്ളത്? ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് ദൈവത്തിന് നൽകപ്പെടുന്നു, അവിടെ നിന്ന് അത് സ്വീകരിക്കുന്നു. എന്നാൽ മനുഷ്യർ മൂലം ചെയ്യപ്പെടുന്നത് കാറ്റിൽ പറത്തിക്കളയുന്നു. വാക്കുകൾ ശേഖരിക്കാതിരിക്കാൻ നന്മകൾ നൽകുന്നതും ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം തള്ളിക്കളയുന്നതും ജ്ഞാനപൂർവകമാണോ? നീ നല്ല വാക്ക് ആരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവോ അവനെ നീ വഞ്ചിക്കുന്നു. എന്തെന്നാൽ ദൈവത്തിനു വേണ്ടി ചെയ്തത് എന്ന് അവൻ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവൻ കുറ്റപ്പെടുത്തുകയും കൽപ്പിക്കുകയും ചെയ്തു. മനുഷ്യരെ കാണിക്കാനാണ് ഒരുവൻ ചെയ്തതെന്ന് നാം ചിന്തിക്കണമോ? അവൻ മുഴുവൻ മനസ്സോടും ചിന്തയോടും കൂടി ചെയ്തതാണ്. എന്നാൽ അലസമായ ചിന്ത മനുഷ്യരാൽ കാണപ്പെടണമെന്ന ഉദ്ദേശം ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഉയർത്താൻ അത് ധാരണശക്തിയുള്ള ചൈതന്യത്താൽ തടയപ്പെടും. കാരണം ആ ചിന്ത ശരീരത്തിൽ വികാരത്തിൽ നിന്നുണ്ടായതാണ്. അവൻ തിരഞ്ഞെടുത്തത് അവൻ്റെ ആത്മാവിൻ്റെ വിധിയാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ സാരാംശത്തിൽ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സത്കർമ്മ്യങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ അനുഷ്ഠിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് നമ്മുടെ ആത്മാവിൽ പ്രവേശിക്കുന്ന അദൃശ്യനായ ഒരു സർപ്പമാണ്. നമ്മുടെ ആത്മാവിലേക്ക് പ്രവേശിക്കുന്ന ഒരു അശുദ്ധിയാണ്. അതുമൂലം നമ്മൾ ദൈവവുമായിട്ട് അകലുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ആത്മാവിലുള്ള ഐക്യം മാറുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മേഖലയിൽ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ചെയ്യുന്നതെല്ലാം ദൈവം മാത്രം അറിയട്ടെ, മറ്റാരും അറിയാതെ നമ്മൾക്ക് തന്നെ അതുമൂലം ഒരു വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ലാതെ. മറ്റൊരു വശത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് 5-ാം അധ്യായത്തിൽ വിശുദ്ധ ക്രിസോസ്റ്റം പിതാവ് പറഞ്ഞൊരു കാര്യം നമ്മൾ ഓർക്കണം. സകല സമ്പത്തും ദൈവത്തിൻ്റെതാണ്.
നമ്മൾ ഈ ലോകത്തിൽ അതിന്റെ ഒരു എന്താണ് കാര്യസ്ഥൻ മാത്രമാണ്. ഇതൊന്നും നമ്മുടേതല്ല. അങ്ങനെ ആലോചിക്കുമ്പോൾ എളുപ്പമാകും. അതുകൊണ്ട് നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് അതിൽ വലിയ ഒരു പേരും പ്രശസ്തിയും സാറ്റിസ്ഫാക്ഷനും ഉണ്ടാകുന്നു എന്ന ചിന്ത പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ.